വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 400 കടന്നിരിക്കുകയാണ്. 402 ആയിരിക്കുന്നു കണക്ക്. കാണാതായ 180 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 7ാം ദിനത്തിലും തുടരുകയാണ്. മുണ്ടക്കയിലും ചൂരൽമലയിലും റഡാർ അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് 18 പോയിന്റുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഡ്രോൺ പരിശോധനയിൽ സിഗ്നലുകൾ ലഭിച്ച മേഖലയിലും തെരച്ചിൽ നടത്തും. ബെയിലി പാലത്തിനടുത്ത് 2 സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടന്നു. തെരച്ചിലിനായി സൂററ്റിൽ നിന്നും 4 കടാവർ നായ്ക്കളെ കൂടി എത്തിച്ചിട്ടുണ്ട്. തെരച്ചിലിന് കർശനമായ നിയന്ത്രണങ്ങളാണ് ഇന്നു മുതൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചുരൽമല ഭാഗത്തേക്ക് പാസ് നൽകിയാണ് രക്ഷാപ്രവർത്തകരെ കയറ്റിവിട്ടത്. മുണ്ടക്കയിൽ നിന്നും ദിലീപ് ദേവസ്യുണ്ട്. ദിലീപ്, മുണ്ടക്കയിലെ തിരച്ചിൽ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? അവിടെയും കടാവർ നായ്ക്കളുടെ സഹായത്തോടു കൂടിയാണോ തിരച്ചിൽ നടക്കുന്നത്? തീർച്ചയായിട്ടും സ്മൃതി, ഇപ്പോഴും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2ാം ഘട്ട ആളുകൾ ഉച്ചയ്ക്ക് ശേഷമുള്ള രക്ഷാപ്രവർത്തനത്തിൽ വരുന്ന ആളുകൾ വരുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ ഉച്ചവരെ ഒരു വിഭാഗം ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തി പോയി. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു ടീമാണ് 6 സോണുകളായി തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെയും രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കടാവർ ഡോഗ് അടക്കം എത്തി രക്ഷാപ്രവർത്തനം. നേരത്തെ ഇവിടെ വെച്ച് ഒരു ഡോഗ് സ്മെല്ല് ചെയ്തിട്ടാണ് ഒരു ശരീരഭാഗം കണ്ടെത്തിയത്. അങ്ങനെ അവിടെ നിന്ന് ശരീരഭാഗം ഇപ്പോൾ താഴേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീട്ടിലാണ്. ഈ സെപ്റ്റംബർ 22-ാം തീയതി ഈ വീട്ടിൽ ഒരു വിവാഹം നടക്കേണ്ടിയിരുന്ന വീടാണ്. മുണ്ടക്കൈ കുഞ്ഞുമൊയ്തീൻ്റെ മകൻ മൻസൂറിൻ്റെ മകൾ ഷഹല ഷെറിൻ്റെ വിവാഹം നടക്കേണ്ടിയിരുന്ന വീടാണിത്. ഇപ്പോൾ വീടിൻ്റെ മുകളിൽ വീടായിരുന്നു ഇത്. ഇപ്പോൾ ഈ വീട്ടിൽ ഈ കാണുന്ന കല്ലുകളും മറ്റ് സാധനങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നു. ഈ വീട്ടിൽ നിന്ന് 11 പേരാണ് ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയത്. ആകെ ശേഷിക്കുന്നത് നൗഫൽ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം വിദേശത്തായിരുന്നു. അദ്ദേഹം ഇപ്പോൾ മറ്റ് ബന്ധുക്കളുടെ വീടുകളെല്ലാം തന്നെ കാണുന്നതിനായി പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഷഹലയുടെ വിവാഹത്തിന് വാങ്ങിയ ആഭരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഷഹലയുടെ ബന്ധു പറയുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തിരച്ചിൽ നടത്തിയവർ പറയുന്നുണ്ട് സ്വർണം ലഭിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സ്വർണം ഇവിടേക്ക് വാങ്ങിയതാണോ എന്നൊരു സംശയം ഇവിടെ ഈ ഷഹലയുടെ ബന്ധു നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങൾ സ്വർണ്ണമൊക്കെ വാങ്ങി വെച്ചായിരുന്നല്ലേ? സാരിയൊക്കെ മേടിച്ചിരുന്നു? സാരി വാങ്ങിച്ചിട്ടില്ല, സ്വർണം വാങ്ങിച്ചായിരുന്നു. സാരി പിന്നെ കല്യാണത്തിൻ്റെ അടുപ്പിച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് സ്വർണ്ണമൊക്കെ നേരത്തെ ഇപ്പോൾ 2 ആഴ്ച ആയി ഏകദേശം വാങ്ങിച്ചു വെച്ചിട്ട്. അതിപ്പോൾ മിസ്സിംഗ് ആണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. എത്ര പവൻ സ്വർണ്ണം ഉണ്ട്? അതൊരു ഏകദേശം ഒരു 10 പവനോളം പുതിയ ഫ്രഷ് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മേത്തുള്ളത് വേറെ ഉണ്ട്. അത് ഇനി ശേലനെ കിട്ടിയാലേ ഇതുവരെ കിട്ടിയിട്ടില്ല. ശേലയെ കിട്ടിയിട്ടില്ല. ഈ വീട്ടിൽ നിന്ന് ഇനി എത്ര പേരെ കിട്ടാനുണ്ട്? ഈ വീട്ടിൽ നിന്ന് ഇനി 6 പേരെ കിട്ടാനുണ്ട്. 6 പേരെ കിട്ടാനുണ്ട്. ഇപ്പം 5 പേരെ കിട്ടി. 5 പേരെ കിട്ടിയിട്ടുണ്ട്. 5 പേരെ കിട്ടിയിട്ടുണ്ട്. അങ്ങയുടെ ചേട്ടൻ്റെ സഹോദരൻ്റെ ഭാര്യയും ഉമ്മയും സഹോദരി എല്ലാവരും? എൻ്റെ ഉമ്മ, സഹോദരി, അനിയൻ്റെ ഭാര്യ, 2 കുട്ടികൾ, മൊത്തം ഇവർ 11 പേര്, മൊത്തം 16 പേര്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്? എൻ്റെ കുടുംബത്തിൽ മാത്രം പോയതല്ലേ? 16 പേര്. ഇവിടെ നിന്ന് ഒരു സ്വർണ്ണം കിട്ടിയിരുന്നു എന്ന് അന്ന് പറയുന്നത് കേട്ടിരുന്നു. കൃത്യമായ അറിവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം. അവിടെ ഒരു പക്ഷേ അന്ന് സംഘടന ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇതാരോ വിവാഹത്തിന് വാങ്ങിയതാണെന്ന് പറയുന്ന. പുതിയത് വാങ്ങിച്ചാണ്. ഇപ്പോൾ വാങ്ങിച്ച് 2 ആഴ്ച ആയിട്ടുള്ളൂ വാങ്ങിച്ച് വെച്ചിട്ട്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല, അതിന് മുമ്പത്തെ വെള്ളിയാഴ്ചയാണ് വാങ്ങിച്ചത്. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് വാങ്ങിച്ചത്. ഇവിടെ മറ്റ് വീടുകളൊക്കെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നോ? ഇവിടെ ഈ ഭാഗത്തൊക്കെ താഴെ ഭാഗത്തായിട്ട് വീടുകളുണ്ടായിരുന്നു, പാടി ഉണ്ടായിരുന്നു. പിന്നെ മുകളിലോട്ട് ഒരുപാട് വീടുകളുണ്ട്. ചേട്ടൻ്റെ വീട്? എൻ്റെ വീട് കുറച്ച് മുകളിലായിട്ട് ഈ പള്ളീൻ്റെ. എൻ്റെ വീടിൻ്റെ ഒരു 15-20 മീറ്റർ വരെ. ചേട്ടനാണ് പറഞ്ഞത് ഇവിടെ മോഷണം നടക്കുന്നുണ്ട്? മോഷണം നടക്കുന്നുണ്ട്. ഇവിടെ മിനിയാന്ന് ഇവിടെ ആളുകൾ കയറി ഇവിടെ തൊട്ടൊരു വീട്ടിൽ കയറി കുത്തി തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്. പേഴ്സ് മാത്രം, അതിന് പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ മാത്രം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഇല്ല, ഞാനിപ്പോൾ കണ്ട് പോയിട്ടില്ല. ഇപ്പോൾ വൈഫും കുട്ടികളും കണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ വിളിക്കണ്ട, ഇതൊരു വിളിയൊന്നും വന്നിട്ടില്ല. ഇല്ല, ഞാൻ അങ്ങോട്ട് കയറിയിട്ടില്ല. അതിൻ്റെ മുമ്പാണ് നിങ്ങളെ കണ്ടത്. നൗഫൽ വിദേശത്ത് നിന്ന് കഷ്ടപ്പെട്ട പണം കൊണ്ട് വാങ്ങിയ? അതെ. നൗഫലും അതുപോലെ തന്നെ മൻസൂറും പല ആളുകളിൽ നിന്നും ഒക്കെ വാങ്ങിച്ച പൈസ കൊണ്ടുള്ള സ്വർണ്ണമാണ്. 10 പവൻ ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു പവന് എത്ര നല്ല ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരതൊന്ന് കൊടുക്കുക, അത് പറയാനുള്ളത്. അത്തരം സ്വർണ്ണങ്ങൾ കൺട്രോൾ റൂമിലൊക്കെ ലഭിച്ച സ്വർണ്ണങ്ങൾ കൺട്രോൾ റൂമിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടുക. അവിടെ എല്ലാ സ്വർണ്ണങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ
ഈ നോക്കുക, വീടെന്ന് പറയാനില്ല, തറയെന്നും പറയാനില്ല, മണ്ണൊടിഞ്ഞ ഒരു സ്ഥലം മാത്രമായി മാറിയിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഭീമമായ ഒരു കല്ല് വന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒലിച്ചു പോയി ഇറങ്ങിയ മറ്റ് കല്ലുകൾ എല്ലാം കൊണ്ട് ഇവിടെ ഒരു വീടിരുന്നു എന്ന് പറയാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് ഇപ്പോൾ ഈ പ്രദേശം ഇരിക്കുന്നത്. പ്രദേശത്ത് ഒരു അവശിഷ്ടവും, അതായത് വീടിൻ്റെ പോലുള്ള ഒരു അവശിഷ്ടം പോലും വെക്കാതെയാണ് ഈ ഉരുൾപൊട്ടൽ ഇവിടെ നിന്ന് സകലതും മായ്ച്ച് കളഞ്ഞത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ തിരച്ചിൽ ഊർജിതമായിരുന്നു. 10 മണിയോട് തന്നെ എല്ലാവരും എത്തി. 11 മണിയോടുകൂടി തിരച്ചിൽ ഊർജിതമാക്കി. ഇപ്പോഴും തിരച്ചിലുകൾ നടക്കുന്നതായിട്ട് കാണാം. വലിയൊരു സംഘങ്ങൾ ആണ് തിരച്ചിലിനായി എത്തിയിരിക്കുന്നത്. ഈ പ്രത്യേകം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ മണ്ണിടിയാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് ആരും തന്നെ എത്തരുതെന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. കാരണം ഇന്ന് രാവിലെയും ഈ പ്രദേശത്ത് മണ്ണിടിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിലേക്ക് ആരും രക്ഷാപ്രവർത്തനത്തിന് എത്തരുതെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ NDRF സൈന്യമോ അങ്ങനെ ചുമതലപ്പെട്ടവർ ഇല്ലാതെ ആരും തന്നെ ഇത്തരത്തിലെ രക്ഷാപ്രവർത്തനം ഈ സ്ഥലങ്ങളിലേക്ക് എത്തരുതെന്ന് നിർദ്ദേശം നൽകുന്നു. സ്ത്രീകളടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ഇവിടെ രക്ഷാപ്രവർത്തനം നടന്നിരിക്കുന്നത്. വലിയ തോതിൽ ആളുകളെല്ലാം തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ സമയമാണ്. പക്ഷേ ഈ രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ ഇതിനു വേണ്ടിയിട്ട് മുണ്ടക്കയിൽ നിന്നാണ് വിവരങ്ങൾ നൽകുന്നത്.